കടമക്കുടി ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. ഇപ്പോൾ അവിടെയാണ് ആദ്യം ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്. നമുക്ക് ഈ വഴി കടന്നു പോവാം. ഒരു ഇതുണ്ട്, ആളുകൾക്ക് കുറേ തൊഴിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട്. ഇവിടെ നേരത്തെ റോഡ് ഇത്ര ക്ലിയർ ആയിരുന്നില്ല കേട്ടോ, അപ്പോൾ അവർ പണിതാണ്. അപ്പം പിഴല എന്ന് പറയുന്നൊരു സ്ഥലമാണ്, കടമക്കുടി തന്നെ പിഴല എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കണ്ടെയ്നർ റോഡിൽ നിന്ന് ഈസി ആയിട്ട് വരാം. ജസ്റ്റ് ആളുകൾ ഞായറാഴ്ച ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള ഒരിതാണ്. ഇവിടെ അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട്, കാണാൻ വിചാരിക്കുന്നു. ഓപ്പൺ റെസ്റ്റോറൻറ്റുകളാണ്. എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നടത്താം, ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആളുകൾക്കൊരു രസമാണല്ലോ, രണ്ട് സൈഡിലും ചെമ്മീൻ കെട്ടും ഫിഷ് ഫാമിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കടമക്കുടി. നമ്മൾ മുമ്പ് വന്നിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇത് പകൽ വിളിച്ചിട്ടില്ല, ഇന്നിപ്പോൾ മഴക്കാറാണ്. എന്നാലും ഒരു ദിവസം വന്നിട്ട് അതിൻ്റെ ആ സൈഡിൽ കൂടി ഇറങ്ങി പോകാം, നമുക്ക് നടന്നു വരാം. ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ടൊരു നല്ല കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കേട്ടോ, അപ്പോൾ നല്ല കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇവിടുത്തെ ആളുകൾക്ക് അത്ര വിലയൊന്നും ഉണ്ടാവില്ല. പുറമേ നിന്ന് ഈ ടൗണല്ല സിറ്റിയുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ. പിന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നവർക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ദൂരം കൂടുതലും അങ്ങനത്തെ വാഹനങ്ങളാണ് കൂടുതലൂടെ കിടക്കുക. 39ഒക്കെയാണ്, 39, 34 അങ്ങനെ പുറത്ത് അധികം കണ്ടാലും ദൂരം നിന്ന് വരുന്ന ആളുകളാണ്. അടുത്തുള്ളവർക്ക് അല്ല, എല്ലാം 39, 40 ആ ഇതിലുള്ള വാഹനങ്ങളാണ്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് അത്ര ഇതായിരിക്കില്ല. നമുക്ക് അപ്പോൾ പാലത്തിന് അടിയിൽ കൂടി നമുക്ക് അപ്പുറത്തേക്ക് പോവാം. പകലൊരു ദിവസം വന്നാൽ, പകൽ വന്നാലും ഈ രാത്രിയിലത്തെ വൈബ് കിട്ടൂല. വൈബ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രാത്രിയിലത്തെ വൈബ് കിട്ടണേ ഈ സമയത്ത് തന്നെ വരണ്ടേ. ഈ സമയത്താണ് ആളുള്ളത്, ചേർത്തുന്ന ആളുണ്ടാവില്ല. ഇപ്പോൾ ഞായറാഴ്ച കൊണ്ട് തിരക്കും കൂടുതലാണ്. നമുക്ക് ഏതായാലും ആ റൈറ്റ് സൈഡിൽ കൂടി കവർ ചെയ്ത് പോവാം. അവിടെയാണ് പാലം. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. ആളുകൾക്ക് വന്നു കഴിയുമ്പം ഭക്ഷണം, വെള്ളം എല്ലാം കിട്ടും, അത്യാവശ്യമൊക്കെ കിട്ടും. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ ഒരു മിനിറ്റ്. സോറി. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ നടന്നു പോയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ആളുകൾക്ക് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി നാട്ടുകാർക്ക് കുറച്ച് തൊഴിൽ കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് ആസ്വദിക്കാൻ വരുന്നവരിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ പിഴല പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അടിയിലൂടെ സഞ്ചരിക്കാനുള്ള പരിപാടിയാണ്. സിഗരറ്റൊക്കെ വലിച്ചാൽ പോകണം, നമ്മൾ രക്ഷയില്ല. നമുക്കതിൻ്റെ മണം പിടിക്കില്ല. അല്ല, കുഴിയാണ്. ഇവിടെ ടാറിങ് ആയിട്ടില്ല. അങ്ങോട്ടൊക്കെ നല്ല ആളാണ്. ഇപ്പോൾ പിഴല പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾ അങ്ങോട്ട് കവർ ചെയ്താൽ, മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആളുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചേർത്താണ് വന്നത്, എന്നാലും ഇത്ര ആളോ കാര്യങ്ങളോ വൈബോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കരനെല്ല് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കയറി കിടക്കണോണ്ട് ആ കൃഷിയൊക്കെ ഇത്തിരി വെള്ളം കയറിപ്പോയി. നെല്ലാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ റോഡ് അത്ര നല്ലതല്ല. അത് ആൾക്കാരിങ്ങനെ വരാറുണ്ടായിരുന്നില്ല ഈ ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. സേവിയേഴ്സ് ഫാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്.
അവിടെ ചെറിയ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച്. ഇവിടെ ശരിക്കും നെല്ലുണ്ടായിരുന്നു. ഇവിടെ കുറച്ചൊരു ചൂണ്ടിടുന്നുണ്ട്. മീൻ കിട്ടും എന്നുള്ള സാധനം ചൂണ്ടിയാണ്. ചൂണ്ട ഇടുന്നുണ്ട്. അപ്പം എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ നടക്കും. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കടൽ ബോട്ട്. നമുക്ക് അങ്ങോട്ട് പോയാലും ഇവിടെ ശരിക്കും നെല്ലായിരുന്നു. മഴക്കാലം കൊണ്ട് വെള്ളം കയറി കിടക്കണമാണ്. നെൽപ്പാടം വരുന്നു ശരിക്കും. ഇവിടെ ചെറിയൊരു കാണാം. അത് വെള്ളം കയറി കൂടി ആകെ അപകടം. മറ്റേ കരനെല്ല് പോലെ എന്തോ കൃഷിയായിരുന്നു. മുമ്പ് വരുമ്പോൾ അത് വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. കടമക്കുടി പഞ്ചായത്തുകാർ ചെയ്താണെന്ന് തോന്നണേ. ഇപ്പോൾ ആളുകൾ, സ്ത്രീകൾ വരെ ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട്. മഴക്കാലം വേണ്ടേ, വെള്ളം കയറുമ്പോൾ എന്തായാലും വലിയ മീനുകൾ വരും. ചെറിയ ചൂണ്ടയിട്ടിട്ട്, ചെറിയ ചൂണ്ട അത് മതിയല്ലോ. അവിടെ ഒരു ചെറിയൊരു പാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു കലുങ്ക്. നല്ല മഴക്കാറാണ്. ഇവിടെ എല്ലായിടത്തും ചൂണ്ടിയിട്ടുണ്ട് ആളുകൾ. നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്പുറത്തോട്ട് പോവാം. നമ്മളെപ്പോഴാണ് ഒറ്റക്കൈ കൊണ്ടാണ് പോണത്. എന്നാൽ ഡോഗിനെ കൊണ്ട് ആളുകൾ വരുന്നുണ്ട്, നടക്കാൻ വരുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ സുഖമുള്ള. ഇപ്പോൾ പോരാത്തതിന് കാലാവസ്ഥ ഒരു പ്രത്യേക ടൈപ്പാണ്. നല്ല മഴക്കാറായതുകൊണ്ട് നല്ല ചൂട് കുറവാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ ഇറങ്ങും. ഈ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പുറത്ത് കണ്ണേർ റോഡാണ്, ലെഫ്റ്റ് സൈഡ്. എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് കുറച്ചും കൂടി പോകുമ്പോൾ അറിയാം. നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ചൂണ്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം കിട്ടും ഭാഗത്തും. കൂടുതലും പിള്ളേരാണെന്നുള്ളത്. വൈകിട്ടൊരു വീട്ടിലിരിക്കുമല്ലോ പിള്ളേർ, പൊതുവെ പുറത്തായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കയ്യിൽ പിടിക്കുകയാണ്, അല്ലെങ്കിൽ ശരിയാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരേ വിഷയിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്കിത് കാഴ്ചകൾ കാണണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ പിള്ളേർ സെറ്റാണല്ലോ ഉള്ളത്. ഇതൊക്കെ ചെമ്മീൻകെട്ടും മറ്റും ആണിത്. ചെമ്മീൻകെട്ടും ഫിഷ് ഫാമും എല്ലാം ഉണ്ട്. വണ്ടികൾ തന്നെയുണ്ട്. വണ്ടികൾ പോട്ടെ. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. പിള്ളേർ വന്ന് കൂടുന്ന സ്ഥലമാണ്. ഡോഗുണ്ടല്ലോ, ഞാൻ കാലക്കൂടി. അപ്പോൾ പാലം കയറിയാൽ അപ്പുറത്തൊരു ഒന്നുമില്ല, ഒരു ഗ്രാമപ്രദേശമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടം വരെ ഉള്ളു ശരിക്കും. അപ്പുറത്തേക്ക് പോകേണ്ടവർക്ക് പോവാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോയെന്നറിയില്ല. നാവികപ്പാലം അവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. കയാക്കിങ് ഉണ്ട്. ആ ഭാഗത്തേക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചെറിയ ടൂർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാലമാണ്. ഇവിടെയുണ്ട്. വേണ്ട ഒരു സമയമാകുമ്പോൾ ആളുകൾ ഇറങ്ങും. കുറച്ചുകൂടി ഇതാക്കി കാണിച്ചത്. ഓക്കെ. അപ്പോൾ കടമക്കുടി നാവിക പാലത്തിന് വേണ്ടി നിൽക്കണം.
കയാക്കിംഗ് ഉണ്ട്. ഇവിടെ ഉണ്ട്, അതിന് പറ്റിയ ഒരു സ്പേസ് അവിടെ ഉണ്ട്. അങ്ങോട്ടാണ് ആളുകൾ പോകുന്നത്. നമുക്ക് വൈകിട്ടാവുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാം. അവർ വേറെ ദൂരെ നിന്നുള്ള ആളുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവർ അപ്പോൾ അവിടെയൊക്കെ പോകുന്നുണ്ട് ആളുകൾ. ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ കാറും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ കാറിന് പോകാൻ പറ്റിയതല്ലേ, തുരുമ്പ് പിടിച്ചൊരു ബ്രിഡ്ജാണ് ഇത് ശരിക്കും. പല ഭാഗത്തും തുരുമ്പുണ്ട്. വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരിക്കില്ല, മെയിൻറ്റെയിൻ ചെയ്യണില്ല കാര്യമായിട്ട്. അതുകൊണ്ട് ആണ് അവിടെ റിവേഴ്സ് എടുത്തവർ. കാറങ്ങനെ പോകില്ല, ഇതിൻ്റെ മുകളിൽ കൂടി കാറ് പോകാൻ പാടാണ്. അങ്ങനെ അവിടെ തിരിച്ചു ഒരു കാര്യമില്ല, അതിൻ്റെ മുകളിലേക്ക് വന്ന അബദ്ധമാണ്. കാറ് പോവില്ല അങ്ങോട്ട്. അതിൻ്റെ മുകളിൽ കൂടി നടപ്പാലമാണ് ശരിക്കും. കാറ് പോയാൽ ഡേഞ്ചറസ് ആണ്. കാറ് പോവാം. കാറ് കയറാൻ പാടില്ല, അത് തുരുമ്പ് പിടിച്ചൊരു ബ്രിഡ്ജാണ്. ഇത്ര ലോഡൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലേ എവിടെ ദ്രവിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. വളയില്ല അല്ലേ, തിരിയില്ല തിരിച്ചു പോകാൻ പറ്റില്ല അല്ലേ, പാടാണ്. അവർ തിരിച്ചു പോയി. ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അവിടുന്ന് കയാക്കിങ്കാർ വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ഞാൻ അങ്ങോട്ട് പോവാം, അവർ പോകുന്ന ഭാഗത്തേക്ക്. അവർ എപ്പോൾ എടുത്താണെന്നറിയില്ല, നോക്കാം.